ഇംഗ്ലണ്ടുമായിട്ടുള്ള ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റെങ്കിലും കളിയിൽ ബൂമറ എക്സെപ്ഷണലി ഗുഡായിരുന്നു. ആദ്യത്തെ ഇന്നിങ്സിൽ 5 വിക്കറ്റാണ് ബൂമർ എടുത്തത്. അന്നേ ദിവസം ബൂമർ പറഞ്ഞത് എങ്ങനെയാണ്, അവരെനിക്ക് 8 മാസം തന്നു, പക്ഷേ ഞാൻ 10 വർഷം പൂർത്തിയാക്കി. ബൂമറുടെ ബോളിംഗ് ആക്ഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ കളിയിലേക്ക് വന്നപ്പോഴേക്കും ആൾക്കാർ പറഞ്ഞു കൂടി 8 മാസം നിൽക്കുള്ളൂ, അത് കഴിയുമ്പോൾ ഔട്ടായി പോകും. ബൂമർ പറഞ്ഞു എനിക്ക് പരിക്കേൽക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയും ബൂമർ തീർന്നു എന്ന്, പക്ഷേ ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനിയും തുടരും. ബൂമർ ഒരു ഇൻ്റലക്ച്വൽ ബോളറാണ്, ഒരു സ്പെഷ്യൽ ബോളറാണ്. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുഷ്ഠരോഗിയാണ്. അദ്ദേഹത്തിന് വല്ലാത്തൊരു ധൈര്യമുണ്ട്, പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നല്ല അറിവുണ്ട്. എത്ര കുഷ്ഠരോഗികൾ അവിടെ ഉണ്ടായി കാണണം, പക്ഷേ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് വന്ന് ലോ ബ്രേക്ക് ചെയ്ത് കർത്താവിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഇനി എന്താ ഈശോ വിളിക്കുന്നത്? ഈശോ വിളിക്കുന്നത് കർത്താവ് എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ പേര് തന്നെ വിളിച്ചിട്ടാണ് ഈ മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് എനിക്ക് സൗഖ്യം വേണമെന്നുള്ള. സൗഖ്യം എന്നുള്ളത് വളരെ സിമ്പിൾ കാര്യമാണ്. പക്ഷെ അതൊക്കെ മേലൊരു കാര്യം ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. ആ വാക്കിൽ ഒരുപാട് അർത്ഥമുണ്ട്. ഈ മനുഷ്യൻ കുഷ്ഠം വന്നപ്പോൾ സൊസൈറ്റിയായിട്ട് കംപ്ലീറ്റ്ലി കട്ട് ഓഫാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് എന്നെ സോഷ്യലി റെസ്റ്റോർ ചെയ്യും. രണ്ടാമത്തേത്, അവന് ദേവാലയത്തിൽ പോയി ആരാധിക്കാൻ പറ്റില്ല, അപ്പോൾ എന്നെ റിലീജിയസ്ലി റെസ്റ്റോർ ചെയ്യും. മൂന്നാമത്തേത്, പാപമാണ് തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്, അപ്പോൾ എന്നെ സ്പിരിച്വൽ റെസ്റ്റോർ ചെയ്യും. അപ്പോൾ എന്നെ ശുദ്ധനാക്കെന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ വാക്കല്ല, അത് സൗഖ്യത്തെക്കാളും മേലെയുള്ള വാക്കാണ് ഈ കുഷ്ഠരോഗി ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, അപ്പോൾ ഈശോ ഈ മനുഷ്യന് ഒരു അധിക ടാസ്ക് കൊടുക്കുകയാണ്. നീ ദേവാലയത്തിലേക്ക് പോയിട്ട് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. അതൊരു വലിയ ടാസ്ക്കാണ്. കാരണം അവൻ അവിടെ എൻട്രി കിട്ടണം. എൻട്രി കിട്ടിയാൽ മാത്രം പോരാ, മോശ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് പിന്നെ ശുദ്ധീകരണ കർമ്മം നടത്തേണ്ടത്. അവിടെയുള്ള പുരോഹിതർക്ക് അതൊരു യൂഷ്വൽ കാര്യമല്ല. അങ്ങനെ റെസ്റ്റോറേഷൻ്റെ കാര്യങ്ങൾ വളരെ വിരളമായിട്ട് നടക്കുന്നത്. നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ 3 പേരെ മാത്രമാണ് കുഷ്ഠത്തിൽ നിന്ന് സുഖപ്പെടുത്തിയിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന് മിറിയം, പിന്നെ നാമാൻ, പിന്നെ കുറച്ച് സമരിയക്കാർ. അതിൽ മിറിയം മാത്രമാണ് ഒരു യഹൂദ എന്ന് പറയാം. മിറിയത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ദേവാലയത്തിൽ മോശയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഒരു തിരുക്കർമ്മം നടന്നിട്ടുള്ളത്. വേറെ നമ്മൾ ഒന്നും കാണുന്നില്ല. ഇനി നടക്കാൻ പോകുന്നത് ഈ കുഷ്ഠരോഗിയുടെ കാര്യത്തിലാണ്. അപ്പോൾ അവിടെയുള്ള പുരോഹിതന്മാർക്ക് ആ റിച്വൽസ് അത്ര മനപ്പാടമൊന്നുമല്ല, കാരണം അവർ സ്ഥിരം ചെയ്യുന്നൊരു കാര്യമില്ല. അപ്പോൾ അവരത് റെഫർ ചെയ്ത് വീണ്ടും അത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒരു ടാസ്ക് അതിൻ്റെ അകത്തുണ്ട്. ആ ടാസ്ക് ഈശോ ഈ മനുഷ്യന് കൊടുക്കുക. കാരണം ഇവൻ സാധാരണ ഒരു വിശ്വാസിയല്ല, ഇവൻ ഇൻ്റലക്ച്വലായിട്ടുള്ള അറിവുള്ളൊരു വിശ്വാസിയാണ്. അറിവുള്ള വിശ്വാസത്തിലേക്ക് വളരാൻ പറ്റുന്നുണ്ടോ?